നമ്മുടെ കേരള മോഡൽ ഓഫ് ഹെൽത്ത് കെയർ സാറ് പരാമർശിച്ചു. അതിൻ്റെ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോംസുമാണ്. സാറിനറിയാം, കഴിഞ്ഞ 5 വർഷം 444ഓളം ഹോസ്പിറ്റൽസും ഏകദേശം 1300 ക്ലിനിക്കുകൾ അടച്ചുപൂട്ടിപ്പോയി കേരളത്തിൽ. അപ്പോൾ അതേസമയം വൻകിട കോർപ്പറേറ്റുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നു. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഈ ഹെൽത്ത് കെയർ ആക്സസിബിൾ ആവുന്നത് മുമ്പത്തെക്കാളിലും കുറഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ്റിന് എന്ത് സ്റ്റെപ്സ് എടുക്കാൻ പറ്റും ടു പാർട്ട്ണർ വിത്ത് ദി സ്മോൾ ആൻഡ് മീഡിയം ഹോസ്പിറ്റൽസ്, സാർ? താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ വരികയാണ്. അവർ ഓരോ ബെഡിനും വലിയ ചാർജ് എടുത്തിട്ടാണ് 100 ബെഡുള്ള ഒരു ആശുപത്രിയൊക്കെ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ എന്തായാലും അവർ ഇവിടെ കേരളത്തിലൊരു മെഡിക്കൽ സർവീസ് ഫ്രീ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ വരുന്നത്, ബിസിനസ്സായിട്ടാണ് വരുന്നത്. ഇത്രയും പൈസ മുടക്കി വന്നു കഴിഞ്ഞാൽ ഭാവിയിലുള്ള കേരളത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് എന്താവും എന്നതിനെക്കുറിച്ച് ഇപ്പം തന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പം തന്നെ മാനേജ് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ആശുപത്രികൾ പൂട്ടിപ്പോയാൽ അത് ഏറ്റവും സാധാരണക്കാരെയും ഇടത്തരക്കാരെയായിരിക്കും ബാധിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ ഞാൻ നേരത്തെ തന്നെ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. ചെറുകിട ഇടത്തരം ആശുപത്രികൾക്ക് എതിരായിട്ടുള്ള ചില പ്രൊവിഷൻസ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിലുണ്ട്. അത് നമുക്ക് അമെൻഡ് ചെയ്യണം. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ നമ്മൾ ഈ അടച്ചുപൂട്ടി പോകുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. അടച്ചുപൂട്ടി പോകുന്നത് ചെറുകിട ആശുപത്രികൾ, മിഡിൽ ലെവൽ ഹോസ്പിറ്റൽസ്, ബാക്കിയുള്ള ഒരുപാട് സംരംഭങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പൈസ അവർ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ പരിമിതികൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരുന്നത് എന്നത് നമുക്ക് തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യാം. ഇത് നമ്മളെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണിത്. ഇത്രയും ആശുപത്രികൾ 5 വർഷത്തിനിടയിൽ 444 ആശുപത്രികൾ പൂട്ടിപ്പോയെന്നുള്ളത് ഷോക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സാണ്. എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് നമ്മൾ പഠിച്ച് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ കാര്യം ചെയ്യും. നമുക്ക് ഹെൽത്ത് ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തിനെ മാറ്റണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം.